സ്വന്തം രാജ്യത്തെയും മണ്ണിനെയും എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പടുകിളവൻ്റെ ഇച്ഛാശക്തിയെ എന്ന് വിശേഷിപ്പിച്ചാലും തെറ്റില്ല. ഇസ്രായേലോ ഇനി അമേരിക്കയോ എവിടെ കിടക്കുന്നു എന്ന് ഇറാൻ ഭാഷയിൽ ചോദിച്ചാലും തെറ്റില്ല. ആർക്കും വലുതാണ് സ്വന്തം വീടും കൂടും മണ്ണും എല്ലാം. എവിടെയോ കിടക്കുന്നവൻ വന്ന് ഇന്ന് ഇന്മേൽ ഇതാണ് എൻ്റെ വീട്, നീ ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുതന്നെയാണ് ഇപ്പോഴും ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമാണ് ഇത്രനാളും ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ച് ഞങ്ങൾ ആദ്യം അടിച്ചാൽ ഞങ്ങളുടെ അയൽക്കാർ കാണുമോ, പിന്നാലെ നിങ്ങളും കാണുമോ എന്ന ചോദ്യമാണ് ഒറ്റവാക്കിൽ ഇറാൻ ചോദിക്കുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളെല്ലാം അവരുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. എങ്കിലും ഞങ്ങളെ വിശ്വസിക്കൂ, ഇറാൻ്റെ മണ്ണിൽ ഒരു തരി ശത്രുവിൻ്റെ ഒരു തരി മണ്ണ് ഇനി വീഴില്ലെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി തിരിച്ചടിക്ക് ഉത്തരവിട്ടതിന് പിന്നാലെ ലോകം ഭയക്കുന്ന ആ വാർത്തയും പുറത്തു വന്നു കഴിഞ്ഞു. അമേരിക്ക തകർത്തെന്ന് അവകാശപ്പെടുന്ന ഇറാൻ്റെ ഫോർദോ ആണവ കേന്ദ്രത്തിലെ മാരക ശേഷിയുള്ള ആണവായുധം പുറത്തെടുത്തതായാണ് ഏറ്റവും പുതിയ വാർത്തകൾ പറയുന്നത്. അത് എപ്പോൾ എങ്ങനെ പ്രയോഗിക്കുമെന്നത് വ്യക്തമല്ല. ഇന്ന് രാത്രിയോടുകൂടി മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരോട് തിരികെ എത്താൻ എല്ലാവരും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇത് അർത്ഥമാക്കുന്നത് എന്തിൻ്റെയോ തുടക്കം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക ശത്രുത ഈ പുതിയ നീക്കങ്ങളിലൂടെ ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ഈ നിർണായക ഘട്ടത്തിലാണ് റഷ്യയുടെ ഇടപെടൽ ലോകശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇറാന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഭീഷണിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഈ നിലപാട് വെറുമൊരു പിന്തുണ എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന് തടയിടാനുള്ള തന്ത്രപരമായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനെതിരെ ഒരു തരത്തിലുമുള്ള സൈനിക ആക്രമണവും ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവാത്തത് എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇത്തരമൊരു നീക്കം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ അസ്ഥിരതയും നിയന്ത്രണം വിട്ട പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികളെ റഷ്യ വെറും സൈനിക മുന്നറിയിപ്പുകളായി മാത്രം കാണുന്നില്ല, മറിച്ച് ദീർഘകാലമായി തുടരുന്ന ഉപരോധങ്ങളുടെയും ബാഹ്യ ഇടപെടലുകളുടെയും തുടർച്ചയായ ഭാഗമായാണ് മോസ്കോ അവയെ വിലയിരുത്തുന്നത്. ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി ഇറാൻ്റെ വ്യാപാര പങ്കാളികളെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ റഷ്യ ലജ്ജാകരവും അസ്ഥിരത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ നയങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുവെന്നും അത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാശ്ചാത്യവാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണെന്നും റഷ്യ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇറാനിൽ തുടരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും റഷ്യ വ്യക്തമായ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചത്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങളാണ് ഇറാനിലെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളുടെ അടിസ്ഥാനം എന്നായിരുന്നു മോസ്കോയുടെ വാദം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അവശ്യവസ്തുക്കളുടെ ക്ഷാമം എന്നിവ ജനജീവിതത്തെ ബാധിച്ച സാഹചര്യത്തിൽ ഈ അസ്വസ്ഥതകളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളായി ചൂഷണം ചെയ്യുന്ന ബാഹ്യശക്തികളെ ഇടപെടലും ഉണ്ടെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് പ്രചോദനവും സഹായവും ലഭിക്കുന്ന പ്രകോപനക്കാരുടെ സാന്നിധ്യം പ്രതിഷേധങ്ങളെ കൂടുതൽ അക്രമത്തിലേക്ക് തള്ളിവിടുന്നുവെന്ന ആരോപണം ഇപ്പോൾ തന്നെ ശക്തമായി കഴിഞ്ഞു.